കനത്ത കാറ്റിലും മഴയിലും കണ്ണൂരിൽ വ്യാപക നാശനഷ്ടം. ചിറ്റാരിപ്പറമ്പ് പന്നിയോട് ഉന്നതിയിൽ തെങ്ങ് വീണ് വീട് തകർന്നു. വീട്ടമ്മ രാജിമോൾക്ക് തലയ്ക്കാണ് പരിക്കേറ്റത്. ശ്രീകണ്ഠാപുരം കൂട്ടുമുഖം മാപ്പിരി പ്രദേശങ്ങളിലും കൃഷിനാശമുണ്ടായി. 5 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. പ്രദേശത്ത് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. 3:30 മണി ആയപ്പം കൊടുങ്കാറ്റ് തുടങ്ങിയതാണ്. അതൊരു 10-20 മിനിറ്റേ നിന്നുള്ളൂ. ആ കാറ്റ് 3-4 വീട്, ഇതാ എൻ്റെ പുറകിൽ നിൽക്കുന്ന കോവിഡ് വീട്, അവൻ പരിച്ഛേദം ഇല്ലാണ്ടായി. ആ വീടേ ഇല്ല. പിന്നെ ഇവിടെ 3-4 പരിസരത്തുള്ള കുറേ വീടിന് ഭാഗികമായിട്ട് കുറേ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കുറേ തെങ്ങ്, വാഴ, കവുങ്ങ് ഏതെങ്കിലും സാധനങ്ങളെല്ലാം പോയിട്ടുണ്ട്. ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് വന്ന വലിയ കാറ്റിന് വീടിൻ്റെ മൊത്തം ഷീറ്റും ഒക്കെ പറന്നുപോയി. മൊത്തം പോയി. വീടിൻ്റെ ഫുള്ള് എല്ലാം പറന്നു പോയിട്ടുണ്ട്. വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. തൊട്ടടുത്തുള്ള വീടുകളിലും മുകളിലുള്ള ഷീറ്റൊക്കെ പറന്നു പോയിട്ടുണ്ട്. പിന്നെ മരങ്ങളൊക്കെ ബാക്കിയൊക്കെ പൊട്ടി വീണതേ ഉള്ളൂ. അർജുൻ കല്യാണുണ്ട് നമ്മളോടൊപ്പം വിവരങ്ങളുമായി. അർജുൻ, കണ്ണൂരിലെ ഏതൊക്കെ മേഖലകളിലാണ് ഈ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തത്? മാധു, കണ്ണൂരിൻ്റെ മലയോര മേഖലകളിലാണ് വ്യാപകമായിട്ടുള്ള കാറ്റും മഴയും ഇന്നുണ്ടായിട്ടുള്ളത്. വൈകുന്നേരം ഒരു 3:30-4 മണിയോട് കൂടിയാണ് ശക്തമായിട്ടുള്ള മഴ പലയിടങ്ങളിലും പെയ്തത്. ചെറുപുഴ, അതുപോലെ തന്നെ ശ്രീകണ്ഠാപുരം, ആലക്കോട്, ഇരിട്ടി തുടങ്ങിയിട്ടുള്ള കൊട്ടിയൂർ തുടങ്ങിയിട്ടുള്ള മലയോര മേഖലകളാണ് ശക്തമായ കാറ്റും മഴയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അതിൽ ശ്രീകണ്ഠാപുരം മേഖലയിലാണ് വലിയ രീതിയിലുള്ള കൃഷിനാശമൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത്. കൂട്ടുമുഖം, കൊയിലി തുടങ്ങിയിട്ടുള്ള മേഖലകളെല്ലാം വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളും കൃഷിനാശമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അവിടെ 5ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു വീടിന് മുകളിൽ മരം കടപുഴകി വീണ് അവിടെ അപകടം സംഭവിക്കുകയും ആ തരത്തിലുള്ള നാശനഷ്ടമൊക്കെ അവിടെ സംഭവിച്ചിട്ടുണ്ട്. കൂത്തുപറമ്പ്, ചിറ്റാരിപ്പറമ്പ് മേഖലകളിലും വലിയ രീതിയിലുള്ള കൃഷിനാശവും അത്തരത്തിലുള്ള പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ ഒരു വീടിന് മുകളിൽ മരം കടപുഴകി വീണ് വീടിൻ്റെ മുകളിലുള്ള ഓടും അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളുമൊക്കെ താഴേക്ക് വീണ് അവിടെയുള്ള വീട്ടമ്മയ്ക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ട്. തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ രാജിമോൾ എന്ന ഒരു സ്ത്രീ ചികിത്സയിൽ കഴിയുകയുമാണ്. എന്തായാലും അത്തരത്തിൽ മലയോര മേഖലകളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ശക്തമായ മഴയാണ് പെയ്തിട്ടുള്ളത്. എന്തായാലും വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു മഴ അവിടെ ഉണ്ടായിട്ടുള്ളത്. മാധു, അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിയത്.